ഭാരതത്തിലെ നാലമ്പല തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദശരഥ പുത്രന്മാരുടെ ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവ. ഈ 4 ക്ഷേത്രങ്ങളും ഒരേ ദിവസം ദർശനം നടത്തുന്നത് സാക്ഷാൽ വൈകുണ്ഠ ദർശനത്തിന് തുല്യമായി കണക്കാക്കപ്പെട്ടു പോരുന്നു. അതിൽ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെപ്പറ്റിയും അവയുടെ ഫലസിദ്ധിയെക്കുറിച്ചും മറ്റും ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ പി നിർമ്മലൻ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. പവിത്രവും പരിപാവനവുമായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ്, വഴിപാട് കൗണ്ടറിലാണ് നമ്മളുള്ളത്. ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖുപൂജയാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശംഖ് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രത്യേക വഴിപാടാണ് ശംഖുപൂജ വഴിപാട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടാണ് ശംഖുപൂജ വഴിപാട്. ഈ ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന ഈ വഴിപാടിനൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഐതിഹ്യം ഇതാണ്: ശംഖ ചക്ര ഗദാപത്മങ്ങളിൽ ശംഖാണ് ഭരതസ്വാമിയായി അവതരിച്ചത് എന്ന വിശ്വാസമുള്ളതുകൊണ്ട് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖുപൂജ വഴിപാട് സമർപ്പിക്കുകയാണ്. ധാരാളം ഭക്തജനങ്ങളാണ്, ആയിരക്കണക്കിനായ ഭക്തജനങ്ങൾ ഓരോ ദിവസവും വന്ന് ഈ വഴിപാട് സമർപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരിലൂടെ നടക്കുന്ന പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശ്വാസികളായ ആളുകൾ, ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ശംഖുപൂജ വഴിപാട് നടത്തി വരുന്നത്. ഇവിടെ വച്ചിട്ടുള്ള നിവേദ്യങ്ങൾ നമുക്ക് കാണാം. ഇത് ഭഗവാന്റെ ശ്രീകോവിലേക്ക് സമർപ്പിക്കും ഭക്തജനങ്ങൾ അവരുടെ നക്ഷത്രവും പേരും പറഞ്ഞ് മേൽശാന്തി അവരുടെ പേരിൽ അർച്ചന നടത്തി ഈ വഴിപാടിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കുകയാണ്. തത്സമയം തന്നെ യാതൊരു താമസവുമില്ലാതെ ശ്രീകോവിൽ ഈ പ്രസാദം ഇവിടെ ലഭിക്കുന്നു എന്നതും ഇവിടുത്തെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഒരു മഹിമയായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഭക്തി നിർഭരമായ ചടങ്ങിൽ ആയിരക്കണക്കിനായ ആളുകൾ വരുന്നെങ്കിലും ഭക്തർക്ക് യാതൊരു തടസ്സവുമില്ലാതെ അതാത് സമയത്ത് തന്നെ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് കിട്ടുന്നതാണ്. ഈ ശംഖ് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കും. പൂജിച്ചതിന് ശേഷം ഈ പഴവും ഈ കൽക്കണ്ടവും മുന്തിരിയും അടങ്ങുന്ന ദ്രവ്യമാണ് ഭക്തർക്ക് തിരിച്ച് പ്രസാദമായിട്ട് തരുന്നത്. അവിടെ അർച്ചന നടക്കുകയും ചെയ്യുന്നു. കൂടാതെ ദുരിത നിവാരണത്തിനായിട്ടുള്ള വഴിപാടുകൾ, അതുപോലെ ഉടയാട സമർപ്പണം, ഇങ്ങനെ നെയ്വിളക്ക്, ഉടയാട തുടങ്ങിയിട്ടുള്ള വഴിപാടുകളും പാൽപ്പായസം അടക്കം ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ വഴിപാടുകളും വളരെ കൃത്യനിഷ്ഠയോടെ ഭക്ത്യാദപൂർവ്വം ചിട്ടയോടെ നടത്തുന്ന പുണ്യസ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിൽ ഒന്നായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. അഭിജിത്തുണ്ടോ? അവിട്ടം. കാർത്തിക. ഭഗവാൻ ശ്രീ ഭരതസ്വാമിക്ക് അഭിമുഖമായി ആലിംഗൽ ശിവൻ എന്നറിയപ്പെടുന്ന മഹാദേവന്റെ ക്ഷേത്രം നാലമ്പലങ്ങളിലെ ഏക മഹാദേവ ക്ഷേത്രമാണ്. ഭഗവാന്റെ തിരുസന്നിധിയിൽ ധാര നടത്തുവാനും അതുപോലെ നിറവറ വഴിപാടുകൾക്കും പ്രത്യേകം സൗകര്യമുണ്ട്. എണ്ണ സമർപ്പിക്കാം, നെയ്വിളക്ക് സമർപ്പിക്കാം ഭഗവാന്. ഇത് നാലമ്പലങ്ങളിലെ ഏക മഹാദേവ ക്ഷേത്രമാണ്. അതുകൊണ്ട് ഈ സന്നിധിയിൽ വഴിപാട് കഴിക്കാൻ ലക്ഷക്കണക്കിനായ തീർത്ഥാടകർ നാലമ്പല തീർത്ഥാടനത്തിൽ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഈ മഹാദേവന്റെ തിരുസന്നിധിയിൽ എത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അനുസരിച്ച് വീണ്ടും കൂടുതൽ ആളുകൾ ഈ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് എല്ലാ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭഗവാന് സമർപ്പിക്കുന്ന കൂവളമാലയുണ്ട്, ഇവിടെ നെയ്വിളക്കുണ്ട്, എണ്ണയുണ്ട്, ധാര നടത്താൻ പറ്റും, അതുപോലെ നിറവറ വഴിപാടുകൾ നടത്താം, ധാന്യപ്പറ നടത്താം. ഇതെല്ലാം നടത്തുന്ന പുണ്യസ്ഥലമാണ്. വർഷങ്ങൾക്ക് ആദ്യമായി ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായ ഈശ്വര ചൈതന്യം, പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് പരമശിവന്റെ ചൈതന്യമായിട്ടാണ് ഇവിടെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് ഈ പവിത്രമായ സന്നിധിയിൽ പരമശിവന്റെ സാന്നിധ്യം വലിയ തോതിൽ ഉണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ പോലും തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഭഗവാന്റെ പരമശിവന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പവിത്രവും പരിപാവനവുമായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലുള്ള പാദുക പൂജാ മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് സ്വമേധയാ നാമജപം, പുരാണപാരായണം, കീർത്തനങ്ങൾ, ഭജന മുതലായവ നടത്തുവാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദുകങ്ങൾ വെച്ച് പൂജിക്കുന്ന ഒരു സ്ഥലമാണിത്. ആയിരക്കണക്കിനായ തീർത്ഥാടകർ വന്ന്
ഈ പാതുക പൂജാ മണ്ഡപത്തിൽ പ്രത്യേകം പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്ന പുണ്യസ്ഥലമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് പുരാണത്തിൽ അറിയാവുന്നതുപോലെ ഭരതസ്വാമി ആ പാതുകങ്ങൾ വെച്ചാണ്, ഭഗവാന്റെ പാതുകങ്ങൾ വെച്ചാണ് പൂജ ചെയ്തത് എന്ന സങ്കല്പത്തിൽ ഇവിടെ പാതുക പൂജാ മണ്ഡപത്തിൽ സ്ഥിരമായി ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭജനയും കീർത്തനവും നടത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ വേദിയിൽ ഇവിടെ പദയാത്രയായി രാമപുരത്തെ 4 ക്ഷേത്രങ്ങളിലും കാൽനടയായി എത്തി എല്ലാ നവമി നാളിലും വെളുത്ത നവമിക്ക് ശ്രീരാമ ഭഗവാന്റെ അവതാര സുദിനമായ വെളുത്ത നവമി നാളിൽ നവമി തിഥിയിൽ എല്ലാ മാസവും രാമപുരത്തെ 4 അമ്പലങ്ങളിൽ പദയാത്രയായി നാമസങ്കീർത്തന പദയാത്രയായി നിരവധി ഭക്തരെയും സംഘടിപ്പിച്ചുകൊണ്ട് റാന്നി എടപ്പാവൂർ വിദ്യാധിരാജ ആശ്രമത്തിലെ മഠാധിപതി സർവാത്മാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ഭജന സംഘമാണ് ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ ഭജന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമനാമ സങ്കീർത്തന ഭജന സംഘം എന്ന് പേരിട്ടുള്ള സംഘം രൂപീകരിച്ചുകൊണ്ട് രാമപുരത്തെ 4 ക്ഷേത്രങ്ങളിലും പദയാത്രയായി എല്ലാ നവമി തിഥിക്കും പദയാത്രയായി ഈ ചടങ്ങ് ഭക്തിയാദരപൂർവ്വം നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർപ്പദൈവങ്ങളുടെ തിരുനടയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ തിരുസന്നിധിയിൽ വന്ന് വഴിപാടുകൾ സമർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി അഭിഷേകം, അതുപോലെ നെയ്വിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ ഇവിടെ ഭക്തിയാദരപൂർവ്വം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലുള്ള സർപ്പദൈവങ്ങളുടെ തിരുനടയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസമില്ലാതെ അവരുടെ നക്ഷത്രവും പേരും പറഞ്ഞ് ഇവിടുത്തെ സർപ്പദൈവങ്ങളുടെ തിരുസന്നിധിയിൽ മഞ്ഞൾ അഭിഷേകം നടക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ഈ സർപ്പദൈവങ്ങളുടെ തിരുനടയിൽ വന്ന് ഈ വഴിപാടുകൾ നടത്തി പോവുകയാണ്. എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്തുവാൻ ഈ ജഗദീശ്വരനായിട്ടുള്ള ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഈശ്വര സാന്നിധ്യമുള്ള സർപ്പദൈവങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസം കൊണ്ട് മഞ്ഞൾ അഭിഷേകത്തിന് ഇവിടെ വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് എല്ലാവരും വരുന്ന മുഴുവൻ ഭക്തജനങ്ങളും നാലമ്പല തീർത്ഥാടനത്തിനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ സർപ്പദൈവങ്ങളുടെ തിരുനടയിൽ വന്ന് വഴിപാടുകൾ സമർപ്പിക്കുന്നു, സർപ്പം പാട്ട് നടത്തുന്നു. അങ്ങനെ ഭക്തി നിർഭരമായ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തീർത്ഥാടകരെല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് ഭഗവാന് സമർപ്പിക്കുകയാണ്. സർപ്പദൈവങ്ങൾക്ക് തങ്ങളുടെ ദുരിതങ്ങൾ, കുടുംബ ദുരിതങ്ങളും കുടുംബത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർപ്പദൈവങ്ങളുടെ തിരുനടയിൽ വഴിപാടുകൾ സമർപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നക്ഷത്രത്തിൽ ജനിച്ച ഗംഗ എന്ന ധനവതായ സന്തതി ശ്രീ നാഗരാജാവിന്റെ തിരുവമ്പാകെ വന്ന് നാരദ ശ്രീ കൈലാസ വീണയ്യാൽ പാടിച്ച് സർപ്പദോഷം എഴുതിയിരിക്കുന്നേ. ഇവർക്കും ഇവരുടെ ഇല്ലത്തിനും ധനത്തിനും ദോഷങ്ങൾ തീരണം, ദുരിതങ്ങൾ തീരണം, തീരാതുള്ള സർപ്പദോഷങ്ങൾ തീരണം. നാഗരാജാവിന്റെ ദാക്ഷത്താൽ ചൊരിയുഷ്ടം കണ്ണിൽ മുതലായി സർപ്പദോഷങ്ങൾ അപകടദോഷങ്ങൾ തീർത്ത് ദീർഘായുസിനെ കൊടുത്ത് കാത്തു പരിപാലിക്കണം. നാഗരാജാവിന്റെ ദാക്ഷത്താൽ ചൊരിയുഷ്ടം കണ്ണിൽ മുതലായ സർപ്പദോഷങ്ങൾ അപകടദോഷങ്ങൾ തീർത്ത് ദീർഘായുസിനെ കൊടുത്ത് കാത്തു പരിപാലിക്കണം. നാഗരാജാവും നാഗേശി അമ്മയും വീണസ്വരം കേട്ട് വഴിപാട് കൗണ്ടറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭഗവാൻ ശ്രീ ഭരതസ്വാമിക്ക് നിവേദിച്ച അപ്പം, അരവണ, ലഡ്ഡൂകം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങളാണ് ഈ പവിത്രമായ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലെ ഭഗവാന്റെ വഴിപാടുകൾ വാങ്ങുവാൻ വളരെ വലിയ ഒരു തിക്കും തിരക്കുമാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഈ രാമായണ മാസത്തിലെ ഒഴിവുള്ള ഞായറാഴ്ചകളിൽ, അതുപോലെ ശനിയാഴ്ചകളിലും അതുപോലെ ഹോളിഡേയ്സിലും ഒക്കെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ധാരാളമായിട്ട് ഇവിടെ വന്ന് വഴിപാടുകൾ വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മീനൂട്ട് കടവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിതൃപ്രീതിക്കായി നടത്തുന്ന മീനൂട്ട് വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക വഴിപാടാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെയും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെയും തിരു ആറാട്ട് നടത്തിക്കൊണ്ടിരുന്ന പുണ്യസ്ഥലമാണ്, പുണ്യതീർത്ഥമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെ പവിത്രമായ തീർത്ഥക്കുളം. ഈ തീർത്ഥക്കുളത്തിലുള്ള മീനൂട്ട് വഴിപാട് വളരെ നല്ല ഒരു പ്രത്യേകതയുള്ള വഴിപാടായിട്ട് ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ വർഷവും ആളുകൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങളായ മുഴുവൻ സജ്ജനങ്ങളും ഈ മീനൂട്ട് വഴിപാടിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ബലികർമാദികളും മുടങ്ങിപ്പോയിട്ടുള്ള പിതൃക്കൾക്ക് വേണ്ടിയുള്ള വഴിപാടായിട്ടാണ് ഇവിടെ മീനൂട്ട് വഴിപാട് നടത്തുന്നത്. പവിത്രമായ പരിപാവനമായ ശ്രീ ഭരതസ്വാമിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ വകയായി പതിറ്റാണ്ടുകളായി ഇവിടുത്തെ അന്നദാനം ഹാളിൽ അന്നദാനം നടത്തപ്പെടുകയാണ്. ഓരോ ദിവസവും വരുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ധാന്യം ഉപയോഗിച്ചാണ് ഇവിടെ അന്നദാനം നടത്തുന്നത്. കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും രാവിലെ 10 മണി മുതൽ ഇവിടെ അന്നദാനം നടത്തപ്പെടുകയാണ്. ആയിരക്കണക്കിനായ വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ ഗ്രാമീണ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ
ഹോട്ടലുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവനും ഇവിടെ അന്നദാനം സമർപ്പിക്കുകയാണ്. അന്നദാനം കൊടുക്കുന്ന ചടങ്ങാണ് നടന്നു വരുന്നത്. ആയിരക്കണക്കായ ആളുകൾക്ക് മുഴുവനും അന്നദാനം കൊടുക്കുന്ന ഒരു പവിത്രമായ സ്ഥലമാണ് അന്നദാന പ്രഭുവായ ശ്രീ ഭരതസ്വാമിയുടെ തിരുസന്നിധി. വരുന്ന മുഴുവൻ ആളുകളും ഭഗവാന്റെ അന്നപ്രസാദം സ്വീകരിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. നല്ല ചൂടുള്ള കഞ്ഞിയും അതുപോലെ പയറും അച്ചാറും അടങ്ങുന്ന ഒരു മിശ്രിതമാണ് ഇവിടെ നൈവേദ്യമായി ഭഗവാൻ പൂജിച്ച് കൊടുക്കുന്ന ഈ നൈവേദ്യമാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. പ്രതിഫലേച്ഛയില്ലാതെ നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവകരായിട്ടുള്ള നിരവധി ആളുകൾ, ഇവിടുത്തെ അമ്മമാർ, ഇവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ സേവനം അനുഷ്ഠിക്കുന്ന സേവകരുടെ ഒരു സഹായത്തോടെയാണ് ഈ അന്നദാനം സമർപ്പിക്കുന്നത്. ധാരാളം ആളുകൾ ഈ അന്നദാനത്തിലേക്ക് ധാന്യങ്ങൾ സമർപ്പിച്ച് അവരുടെ ആ വഴിപാട് സമർപ്പണവും ഈ കൂട്ടത്തിലുണ്ട് എന്നതും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇവിടെ വന്ന് അന്നദാനം കഴിക്കുക എന്നതും അന്നദാനത്തിലേക്ക് സമർപ്പിക്കുക എന്നതും ഭക്തരുടെ ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ഈ 4 ക്ഷേത്രങ്ങളിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമയം അന്നദാനം കൊടുക്കുന്ന, എല്ലാ ദിവസവും അന്നദാനം നൽകുന്ന ഒരു പ്രത്യേക ചടങ്ങ് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി നടന്നു വരികയാണ്. പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ, സീഡികൾ, സ്റ്റിക്കറുകൾ, മാലകൾ, കലണ്ടറുകൾ തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ ഇതൊരു വലിയ സ്റ്റാളായിട്ട് വർഷങ്ങളായി ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനം ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എല്ലാ വർഷവും ക്ഷേത്രത്തിൻ്റെയും ബാലഗോകുലങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യം നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി നമുക്കറിയാം. ലോകമെമ്പാടും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാര സുദിനം അഷ്ടമിരോഹിണി സമുചിതമായി ആഘോഷിക്കുന്ന ആ ചടങ്ങ് വളരെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. അതിന് ഉപയോഗിക്കുന്ന ആ പണം, ചിലവാകുന്ന പണമെല്ലാം നമ്മുടെ ഈ ബുക്ക് സ്റ്റാളിൽ നിന്നാണ്. ഇവിടെ ധാരാളം ആളുകൾ, ഈ നാലമ്പല തീർത്ഥാടനത്തിന് വരുന്ന ആളുകളെല്ലാം ഇവിടുത്തെ പുരാണ പുസ്തകങ്ങളും സീഡികളും കലണ്ടറുകളും മാലകളും ഒക്കെ വാങ്ങിപ്പോകുന്ന കാഴ്ച, കുട്ടികൾക്കുള്ള മറ്റ് കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. മിതമായ വിലയ്ക്ക് എല്ലാ പ്രസിദ്ധീകരണം, കുരുക്ഷേത്ര ബുക്സിൻ്റെ പോലെയുള്ള ആധ്യാത്മിക പ്രസിദ്ധീകരണങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. തീർത്ഥവാദ ആശ്രമത്തിൻ്റെ ബുക്കുകളുണ്ട്, ശിവഗിരി മഠത്തിൻ്റെ ബുക്കുകളുണ്ട്, അങ്ങനെ സന്ധ്യാനാമം, കീർത്തനങ്ങൾ, അതേപോലെ വലിയ വിലയുള്ള രാമായണം, പലതരത്തിലുള്ള രാമായണങ്ങൾ, മഹാഭാരതം, മഹാഭാഗവതം തുടങ്ങിയിട്ടുള്ള എല്ലാ ആധ്യാത്മിക പുസ്തകങ്ങളുടെയും ഒരു വിൽപ്പന കേന്ദ്രമാണ്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഒരു ദേവീക്ഷേത്രവുമുണ്ട്, അമനകര ഉറുമ്പിക്കാവ് ദേവീക്ഷേത്രം. വടക്കോട്ട് ദർശനവും ചാന്താട്ടുമുള്ള ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെപ്പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ക്ഷേത്രം ഭാരവാഹി ശ്രീ PK വ്യാസൻ അമനകര നമ്മോട് സംസാരിക്കുന്നു. ഇത് ഉറുമ്പിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഭദ്രകാളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉഗ്രസ്വരൂപിണിയാണ്. ആ ഉഗ്രസ്വരൂപിണിയായിരിക്കുന്ന ഭദ്രകാളിയെ ഈ അമനകരക്കാർക്ക് ലഭിച്ചു എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ഇവിടെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക ചെയ്തു കഴിഞ്ഞാൽ സർവ്വ ദുരിതങ്ങളും നീങ്ങും. പ്രത്യേകിച്ച് ഇവിടുത്തെ പീഠത്തിൽ വെച്ചിട്ട് എന്ത് പൂജിക്കാൻ പോലും വെച്ചില്ലേ, പീഠത്തിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയാൽ മതി, അത്രയ്ക്ക് പവർഫുള്ളാണ്. ഇവിടെ ഈ ദുരിത നിവാരണത്തിനായിട്ടും ശത്രു സംഹാരത്തിനായിട്ടൊക്കെ വന്ന് അർച്ചന നടത്തി പോകുന്നവരുണ്ട്. കൂടാതെ വീടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രീചക്രം പൂജിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. ആ ശ്രീചക്രം വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ തന്നെ ഈ ഭദ്രകാളി സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് ദുരിതങ്ങൾ ഒഴിവാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ദുരിതങ്ങൾ മാത്രമല്ല, ഈ ശത്രുത, നമ്മുടെ കുടുംബ കലഹങ്ങൾ ഒക്കെ ഒഴിവായിട്ടുള്ള അനവധി അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്നത് ഈ അമനകരക്കാർ മാത്രമല്ല, അങ്ങ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നു. ഇത് ഈ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ആ ചതുർമൂർത്തികളുടെ 4 അമ്പലങ്ങളിൽ ദർശനം നടത്താൻ വരുമ്പോൾ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ ഭദ്രകാളി ക്ഷേത്രം. അതും ഇത് വടക്കോട്ടാണ് ദർശനം. 500 വർഷങ്ങൾക്കപ്പുറത്ത് വരിക്കപ്ലാവിൻ്റെ കാതലിലുണ്ടാക്കിയ വിഗ്രഹമാണ്. വർഷത്തിലൊരിക്കൽ അഥവാ മീനപ്പൂരത്തിന് ഇവിടെ ചാന്താട്ടുണ്ട്. ചാന്ത എന്ന് പറയുന്നത് അതുണ്ടാക്കിയെടുക്കുന്നത് പോലും അങ്ങ് വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രത്യേക തരം വാറ്റിയെടുക്കുന്ന അല്ലെ നീറ്റിയെടുക്കുന്ന ഒരൗഷധമാണ് ഇവിടെ അഭിഷേകം ചെയ്യുന്നത്. അത് മീനപ്പൂരത്തിനാണ്. ആ മീനപ്പൂരത്തിന് വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരു ജന്മപുണ്യാണ്, ഒരു വർഷത്തേക്കുള്ള പ്രാർത്ഥനയാണ്. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. അവിടെ ഈ ദർശനത്തിന് എത്തുന്നവർക്കൊക്കെ എല്ലാ നന്മകളും വാരിക്കോരി കൊടുക്കുകയാണ്. പിന്നെ അമ്മയാണെന്നുള്ള ആ സങ്കല്പം, അമ്മയ്ക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അമ്മയ്ക്ക് വസ്ത്രം കൊടുക്കാം, ആഭരണങ്ങൾ കൊടുക്കാം, അമ്മയെ പ്രീതിപ്പെടുത്താൻ എന്തും നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് കണ്ടോ, ഉടയാട, അതുപോലെ തന്നെ പട്ട് ഒക്കെ സമർപ്പിക്കുന്നത് വസ്ത്രം ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. അത് അമ്മയ്ക്ക് വസ്ത്രം കൊടുത്താലോ ഏറ്റവും ശ്രേഷ്ഠമാണ്.
വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഊടും പാവുമാണ് വസ്ത്രത്തിലുള്ളത്. അതായത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. അതുകൊണ്ടാണ് ഈ വസ്ത്രദാനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്കും രാജാക്കന്മാർക്കും കാരണവന്മാർക്കും ഒക്കെ വസ്ത്രം ദാനം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭദ്രകാളിയുടെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ ഈ പട്ട് സമർപ്പിക്കുക, ഉടയാട സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മുടെ അമ്മയ്ക്കാണേലും അലമാരിയിൽ അനവധി വസ്ത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷേ ഒരു തോർത്തെങ്കിലും നമ്മൾ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അമ്മയുടെ സന്തോഷം, അത് കൊടുത്തു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അമ്മയായിട്ടുള്ള ബന്ധമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഇത് തന്നെയാണ് ഈ അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ ഉടയാട കൊടുക്കുക, ഈ പട്ട് സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സമർപ്പിക്കാൻ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം തട്ടം സമർപ്പിക്കുക. തട്ടം അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴോ, ഇപ്പൊ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് എന്താണ് ഭഗവതിക്ക് കൊടുക്കാൻ പറ്റുന്നത്? കണ്ടോ, കർപ്പൂരം, ചന്ദനത്തിരി. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ലെന്നാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേത് പത്യ പ്രയച്ഛതി തദഹം ഭക്തി ഉപകൃതമർ അസ്നാമി പ്രേതാത്മന എന്നാണ്. ഇലയോ പൂവോ കായോ ജലമോ എന്ത് തന്നെ ആയാലും എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാതെ അവിടെ വന്ന് ദർശനം നടത്തി അല്ലെങ്കിൽ അമ്മയെ കണ്ടിട്ട് പോയാൽ ഒരു പ്രയോജനവും ഇല്ലെന്നാണ്. കാരണം അമ്മയെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ 1 രൂപ കാണിക്കെങ്കിലും ഇടണം. അല്ലെങ്കിലോ നമ്മൾ ഇത്തിരി എണ്ണ മേടിച്ചൊഴിക്കണം, നെയ്വിളക്ക് കത്തിക്കണം, എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇതാ നെയ്യമൃത്. ഇതെന്താണ് കലശം? ഇത് ഹൃദയത്തിന്റെ പ്രതീകമാണ്. ഓരോ വ്യക്തിയുടെയും ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ആ മാംസം കൊണ്ടുണ്ടാക്കിയ ഹൃദയമല്ല, രക്തം ശുദ്ധീകരിക്കുന്ന ഹൃദയമല്ല. ഇത് നടുക്കിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിന്റെ പ്രതീകമാണ് ഈ കുടം. അതിൽ നിറച്ചിരിക്കുന്ന നെയ്യ് എന്ന് പറയുന്ന ആത്മാവിൻ്റെയാണ്. ഈ നമ്മളെ തന്നെ ഭഗവതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് തുല്യമാണ് ഈ നെയ്ക്കുടം സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നെയ്യ് അമൃത് സമർപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ശ്രീചക്രം. ഈ ശ്രീചക്ര പീഠത്തിൽ വെച്ചിട്ട് വെറുതെ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അതാണ് ആ യന്ത്രത്തിന്റെ പ്രത്യേകത, അതിനകത്തെ വരകളുടെ പ്രത്യേകത. അതുകൊണ്ട് ഓരോ വീടുകളിലേക്കും ശ്രീചക്രം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഇത് ചരട്, നമ്മൾ ഓർക്കും എല്ലാവരുടെയും കയ്യിൽ ചരടുണ്ടല്ലോ എന്ന്. ഒരു ജപിക്കുകയും വേണ്ട, ഇത് ആ പീഠത്തിലൊന്ന് വെച്ചിട്ട് ഇങ്ങ് എടുത്താൽ മതി. അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും ഇത്. അതാണ് നമ്മൾ ഈ മണിബന്ധത്തിൽ കിട്ടുന്നത്. വെറുതെ ആ പീഠത്തിൽ വെച്ചിട്ട് കൊണ്ടുപോയി കിട്ടിയാൽ മതി. പഠിക്കുന്ന കുട്ടികൾക്ക്, ജോലി ചെയ്യുന്നവർക്ക്, എല്ലാവർക്കും വളരെ പ്രയോജനമുള്ളതാണ് ഈ ചരട്. പേനായുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ആരാണ്? അമ്മയാണ് നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നത്. അമ്മയാണ് ആദ്യത്തെ ഗുരു. അമ്മയിൽ നിന്നാണ് നമ്മൾ അച്ഛനെ കണ്ടത്, അച്ഛനിലൂടെയാണ് ഗുരുവിനെ കണ്ടത്, ഗുരുവാണ് നമുക്ക് ഈശ്വരനെ കാണിച്ചു തന്നത്. അതുകൊണ്ട് ഈ പേന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പെൻസിൽ എന്ന് പറയുന്നത് നമ്മൾ എഴുതാനുള്ളതാണ്. അക്ഷരം വരയ്ക്കാനുള്ളതാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമല്ലാത്തത്, നാശമില്ലാത്തത് എന്തോ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കുന്നതാണ് പേന, പെൻസില് പൂജിച്ച് കൊണ്ടുപോയാലുള്ള ഗുണം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു പേനയെങ്കിലും എഴുത്തുകാർക്ക്, വിദ്യാർത്ഥികൾക്ക്, എല്ലാവർക്കും നല്ലതാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഈ പീഠത്തിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കിട്ടുന്ന പേന കൊണ്ട് ഒരു കവിതയെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു പാട്ടെങ്കിലും എഴുതിയിട്ടുണ്ട്, ഒരു ലേഖനമെങ്കിലും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അഗ്നിമോക്ഷം എന്ന് പറയുന്ന ആട്ടക്കഥ പോലും എഴുതാൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ പുതിയ ആട്ടക്കഥ എഴുതിയിരിക്കുന്നു. രാമ അയനം, രാമന്റെ അയനം, രാമന്റെ സഞ്ചാരത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മുടെ ഈ 4 ക്ഷേത്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ കഥയാണ് നമ്മൾ അടുത്ത കഥകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടേക്ക് വരണം. ദേവിക്ക് സന്തോഷമുള്ള ആഹാരം കൊടുക്കുക, അതാണ് കടും പായസം. ഇവിടുത്തെ പ്രത്യേകതയാണ് അറുനാഴി പായസം. അതുകൊണ്ട് ഇവിടെ മീനപ്പൂരത്തിന് എത്തുക, കലം കരിക്കാൻ കൊടുക്കുക. കലവും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. ആ ഹൃദയത്തിലേക്ക് ഭക്തി നിറയ്ക്കുന്നു. ആ ഭക്തിയെ താഴെ നിന്ന് അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ചിട്ട് ആ ഭക്തിയെ നിറച്ച് കവിഞ്ഞൊഴുകുന്ന ആ അവസരമാണ് ആ കലം കരിക്കൽ. അതുകൊണ്ട് എല്ലാവരും മീനപ്പൂരത്തിന് ഇവിടെ എത്തിച്ചേരണം. ഇവിടെ ചാന്താട്ടുണ്ട്, കളവെഴുതിപ്പാട്ടുണ്ട്, ഗുരുതി പുഷ്പാഞ്ജലിയുണ്ട്, ശത്രു സംഹാര അർച്ചനകളുണ്ട്. അങ്ങനെ പല പൂജകള്, അർച്ചനകള്, ഹോമങ്ങള്. മീനപ്പൂരത്തിന് 7 ദിവസത്തെ ഗംഭീരമായ ഉത്സവമാണ്. ഇവിടുത്തെ ഉത്സവത്തിന് മാത്രം കലാപരിപാടികളെല്ലാം വഴിപാടായിട്ടാണ് ഓരോരുത്തർ വന്ന് ചെയ്യുന്നത്. വളരെ ദൂരെ, ഈ കേരളത്തിന്റെ വിവിധ ഭാഗത്തിൽ നിന്നും വലിയ വലിയ കലാകാരന്മാരൊക്കെ ഇവിടെ വരുന്നു.
അവർക്കൊക്കെ ശ്രേയസ്സുണ്ടാകുന്നു, അവാർഡുകൾ കിട്ടുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിദ്യാരൻ മാഷ് വന്നു, ഇവിടെ മധു ബാലകൃഷ്ണൻ വന്നു, കാവാലം ശ്രീകുമാർ വന്നു, ഇനി എത്രയോ കലാകാരന്മാരും കലാകാരികളും വരുന്നു. ഇന്നലെ മിനിങ്ങാന്ന് ഇവിടെ വന്നിരുന്നു സിനിമാ പ്രവർത്തകർ. ഇന്നലെ ഒരു ഡയറക്ടർ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്രാവശ്യം വന്ന് അദ്ദേഹം ഇവിടെ നിന്ന് പേന പൂജിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പൂജിച്ചു കൊണ്ടുപോയത് ആരോടും പറയാതെ പോയത്. ഇപ്രാവശ്യം വന്നു, അദ്ദേഹം പേന കൊണ്ടുപോയി. അദ്ദേഹം പുതിയ തിരക്കഥയുടെ വർക്കിലാണ്. ഈ പേന കൊണ്ട് എഴുതണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ആ പേന കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരണം, ഇവിടെ പ്രാർത്ഥിക്കണം, ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ സറണ്ടർ ആവണം. ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ ഭഗവതിയുടെ മുമ്പിൽ സറണ്ടർ ആയിട്ടുള്ളവരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും സ്വാഗതം അരുളുന്നു.